നമസ്കാരം. അതായത് ഇന്നലെ പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന ഇ.ഡി. റെയ്ഡിനെ പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അതായത് പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന ഇ.ഡി. റെയ്ഡ് സത്യത്തിൽ പിണറായി വിജയനെതിരെ ആയിരുന്നില്ല ആ ഇ.ഡി. റെയ്ഡ്. പിണറായി വിജയന്റെ മകളായ വീണ വിജയൻ, ഒറിജിനൽ പേര് വീണ തൈക്കണ്ടിയിൽ, അവർക്കെതിരെയായിരുന്നു ഇ.ഡി. റെയ്ഡ് നടന്നത്. അപ്പോൾ പിണറായി വിജയന്റെ വീട്ടിലാണ് വീണ താമസിക്കുന്നത് എന്നതുകൊണ്ടാണ് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യേണ്ടി വന്നത്. ഇപ്പൊ വീണ വേറൊരു വീട്ടിലാണ് താമസിച്ചിരുന്നെങ്കിൽ അവിടെ റെയ്ഡ് ചെയ്യത്തുള്ളായിരുന്നു. മുഹമ്മദ് റിയാസിന്റെ വീട് റെയ്ഡ് ചെയ്യാൻ കാരണം വീണ വിജയന്റെ ഭർത്താവായതുകൊണ്ട് മാത്രമാണ്. പക്ഷെ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയും പറഞ്ഞു വരുത്തിയത് പിണറായി വിജയനെതിരെയുള്ള റെയ്ഡ് എന്നാണ്. അങ്ങനെയാണ് ഈ പാർട്ടിക്കാരെ എല്ലാം കുത്തിയിളക്കി റെയ്ഡ് കഴിഞ്ഞു പോയ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും അവരെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത് സഹാക്കളെല്ലാം അകത്തായത്. അപ്പോൾ ഇതിന്റെ ഒരു കഥ മനയിലെ മറ്റൊരു പ്രശ്നവുമാണ്. പിന്നെ ഒരു കാവ്യനീതി എന്ന് തന്നെയാണ് പറയേണ്ടി വരും. കാര്യം 2023 ഇതുപോലെ 23-22 സബ്ജക്ട് കറക്ഷൻ, ആ സമയത്ത് മുൻ പാർട്ടി സെക്രട്ടറി മരിച്ചുപോയ കൊടിയേരി ബാലകൃഷ്ണന്റെ വീട് റെയ്ഡ് ചെയ്തിരുന്നു. അന്ന് റെയ്ഡ് ചെയ്തത് ബിനീഷ് കൊടിയേരിയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്കെതിരെയാണ് അന്ന് റെയ്ഡ് ചെയ്തത്. അന്ന് ഈ പാർട്ടിയും പിണറായി വിജയനും എടുത്ത സ്റ്റാൻഡ് കേസുകൾ വ്യക്തിപരമാണെന്നും കേസുകൾ പോലെ നേരിടുമെന്നും അതിനുവേണ്ടി പാർട്ടി ഇടപെടേണ്ട കാര്യമില്ല എന്നുമാണ് അന്ന് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഇന്നിപ്പോ എന്താണ് പിണറായി വിജയന് പറയാനുള്ളതെന്നാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. അപ്പൊ പിണറായി വിജയൻ ഇന്ന് പറയുന്നത് ഇത് പാർട്ടി ഇടപെടേണ്ട കാര്യമാണെന്നാണ്. ഇതാണ് വിരോധാഭാസം. പിന്നെ അന്ന് ഈ ബിനീഷ് കുടിയേരിയൊക്കെ ഇന്ന് തെരുവിൽ പിണറായി വിജയന് വേണ്ടി തന്നെ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതൊരു സ്റ്റേറ്റ് റിവെഞ്ച് എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. സത്യത്തിൽ ഇന്നലത്തെ റെയ്ഡ് നടന്നത് വീണ തൈക്കണ്ടിലിനെതിരെയാണ്. അപ്പോൾ അവര് എക്സാലോജിക് എന്നുള്ളൊരു കമ്പനി ഉണ്ടാക്കിയിട്ട് അപ്പോൾ CMRL എന്ന പൊതുമേഖലാ സ്ഥാപനം വഴി ഹരിയസ് കർത്ത എന്ന് പറയുന്ന ഒരു കരിമണൽ കമ്പനിയിൽ നിന്നും 2,71,00,000 സബ്ജക്ട് കറക്ഷൻ അത്രയും എമൗണ്ട് കൈക്കൂലിയായിട്ട് വാങ്ങുകയും പിന്നെ മന്ത്ലി ഒരു എമൗണ്ട് 11 ലക്ഷമോ 15 ലക്ഷമോ ആണെന്ന് എൻ്റെ ഓർമ്മ, അത്രയും എമൗണ്ട് കൈപ്പറ്റുകയും ചെയ്തിരുന്നു. അപ്പൊ ഇതിന് കൈപ്പറ്റിയത് എന്തിനാണെന്നാണ് വീണ പറയുന്നത്. അതായത് പവർ പോയിന്റ്, വിൻഡോസ്, MS, എക്സൽ എന്നീ സോഫ്റ്റ്വെയറുകൾ മെയിൻറ്റെയിൻ ചെയ്യാനാണ് കൈപ്പറ്റി എന്നാണ് പറയുന്നത്. ഈ പവർ പോയിന്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ മാസം 11 ലക്ഷം. ഇതാണ് വീണ വിജയന്റെ ന്യായീകരണം. എന്നിട്ട് അവർ ഈ വാങ്ങിച്ച പൈസക്ക് ടാക്സും GST അടച്ചു. എന്നിട്ട് അവർ പറയുന്നത് GST അടച്ചുകൊണ്ട് ഇത് സാധാരണ എമൗണ്ടായി മാറി എന്നാണ് വീണ പറയുന്നത്. അപ്പോൾ ED പറയുന്നത് കൈക്കൂലി വാങ്ങിച്ചിട്ട് അത് ടാക്സ് അടച്ചു കഴിഞ്ഞാൽ അത് റെഗുലറായി പൈസയായി മാറില്ല എന്നും ED പറയും. ഇതാണ് കോർ ഇഷ്യൂ. ഈ ഇഷ്യൂവിന് വേണ്ടിയിട്ടാണ് ഈ പാർട്ടിക്കാരെല്ലാം EDയെ അടിച്ചൊട്ടിച്ചത്. ഇവരെല്ലാം വിചാരിക്കുന്നത് EDയെ രണ്ടൊന്ന് ബഹളം വെച്ച് കാറടിച്ച് തീർത്ത് കഴിഞ്ഞാൽ പേടിച്ചോടും എന്നുള്ളതാണ്. പക്ഷെ EDക്ക് അത് വാശി കൂടിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ED കേന്ദ്ര ഗവൺമെന്റുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ കേസ് കൂടുതൽ ശക്തിയായിട്ട് മുന്നോട്ട് പോകത്തേ ഉള്ളൂ. കൂടാതെ ഇതുപോലെ മമതാ ബാനർജി വെസ്റ്റ് ബംഗാളിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോ അവിടെ ഇതുപോലെ ഒരു റെയ്ഡ് നടന്നപ്പോൾ ഇതുപോലെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചിരുന്നു. ആ ആക്രമിച്ച പ്രതികൾ ഇപ്പൊ 3 വർഷമായിട്ടും ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളുടെ ഈ അടിച്ച സഖാക്കൾ ഓർക്കേണ്ടത് നന്നായിരിക്കും. നിങ്ങൾക്ക് ഏവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.